ലോകത്തിലെ ഏറ്റവും വില കൂടിയ വസ്തു ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തുത്തരം പറയും? യുറേനിയം, പ്ലാറ്റിനം, സ്വർണം. എന്നാൽ സത്യം ഇതൊന്നുമല്ല. ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ഈ വസ്തുവിന്റെ ഒരു ഗ്രാമിന് വില 62 ട്രില്യൺ ഡോളേഴ്സ് ആണ്. ഏകദേശം 500 ലക്ഷം കോടി രൂപ. ഈ പണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ലോകത്തിലെ പല രാജ്യങ്ങളും നിങ്ങൾക്ക് വിലയ്ക്ക് വാങ്ങാൻ സാധിക്കും. ഇത്രയും വിലയുള്ള ഈ വസ്തുവാണ് ആന്റി മാറ്റർ. ഇത് വെറും ഒരു വസ്തുവല്ല, ഇതൊരു രാക്ഷസനാണ്. അതേപോലെ ഒരു അത്ഭുതവുമാണ്. ഹോളിവുഡ് സിനിമയായ ഏഞ്ചൽസ് ആൻഡ് ഡെമൺസ് സിനിമ കണ്ടവർക്ക് ഓർമ്മയുണ്ടാകും. വത്തിക്കാൻ നഗരത്തെ മൊത്തത്തിൽ തകർക്കാൻ ഒരു ചെറിയ കുപ്പിയിലുള്ള ആന്റിമാറ്റർ മതിയായിരുന്നു. ഈ കണികയെ ചിലർ ദൈവത്തിന്റെ കണിക എന്നും മറ്റു ചിലർ പിശാചിന്റെ കണിക എന്നും പറയുന്നു. കാരണം ഇതിന്റെ 1 ഗ്രാം മതി ഹിറോഷിമയിലിട്ട ബോംബിനേക്കാൾ വലിയ നാശം ഉണ്ടാക്കാൻ. എന്താണ് ആന്റിമാറ്റർ? എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും വില വരുന്നത്? ഇന്ന് ടോക്ക് വിത്ത് റോണിക്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഭൗതിക ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതത്തെക്കുറിച്ചാണ്. ആന്റിമാറ്റർ എന്ന ആശയം ആദ്യമായി ലോകത്തിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 1928 നമുക്ക് സഞ്ചരിച്ചാൽ അത് മനസ്സിലാകും. പോൾ ഡെറക് എന്ന അതിബുദ്ധിമാനായ ഭൗതിക ശാസ്ത്രജ്ഞൻ ഇലക്ട്രോണുകളുടെ ചലനത്തെക്കുറിച്ച് പഠിക്കുകയായിരുന്നു. അദ്ദേഹം ആൽബർട്ട് ഐൻസ്റ്റീന്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും ക്വാണ്ടം മെക്കാനിക്സും കൂട്ടിയിണക്കി പുതിയൊരു സമവാക്യം രൂപപ്പെടുത്തി. എന്നാൽ അത് വെച്ച് കണക്കുകൾ ചെയ്തു വന്നപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച ഉത്തരങ്ങൾ രണ്ടായിരുന്നു. ഉദാഹരണത്തിന് നമ്മൾ h²=4 എന്ന് കണക്ക് കൂട്ടുമ്പോൾ hന്റെ വാല്യൂ +2 ആകാം, അല്ലെങ്കിൽ -2 ആകാം. അതേപോലെ ഡെറാക്കിന്റെ ഇലക്ട്രോൺ സമവാക്യത്തിൽ ഒരു പോസിറ്റീവ് ഉത്തരവും ഒരു നെഗറ്റീവ് ഉത്തരവും ലഭിച്ചു. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ നമുക്കറിയാം, പക്ഷേ ഏതാണ് പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ? അത് അസംഭവമായ ഒരു കാര്യമായിരുന്നു. പക്ഷേ ഡെറിക് തന്റെ കണക്കുകളിൽ വിശ്വസിച്ചു. അദ്ദേഹം പ്രഖ്യാപിച്ചു, ഈ പ്രപഞ്ചത്തിൽ സാധാരണ ഇലക്ട്രോണിന് തുല്യമായ എന്നാൽ പോസിറ്റീവ് ചാർജുള്ള കണികകളുണ്ട്. ശാസ്ത്രലോകം അന്ന് അദ്ദേഹത്തെ കളിയാക്കി. പക്ഷേ വെറും 4 വർഷങ്ങൾക്ക് ശേഷം 1932 കാൾസ് ആൻഡേഴ്സൺ എന്ന ശാസ്ത്രജ്ഞൻ കോസ്മിക് കിരണങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഡെറക് പറഞ്ഞ അതേ കണികയെ കണ്ടെത്തി. അതിന് അദ്ദേഹം പോസിട്രോൺസ് എന്ന് പേര് നൽകി. ലോകത്തിലെ ആദ്യത്തെ ആന്റിമാറ്റർ അവിടെ കണ്ടുപിടിക്കപ്പെട്ടു. ലബോറട്ടറിയിൽ കണ്ടെത്തുന്നതിനു മുമ്പ് ആദ്യമായി കണക്കുകളിലൂടെ പുതിയൊരു ലോകമുണ്ടെന്ന് കണ്ടുപിടിച്ച ഡെറക്കിന് 1933 നോബൽ സമ്മാനം ലഭിച്ചു. ഇനി നമ്മൾക്ക് ശാസ്ത്രത്തിലോട്ട് വരാം. എന്താണ് ആന്റിമാറ്റർ? ലളിതമായി പറഞ്ഞാൽ നമ്മളുടെ സാധാരണ മാറ്ററിന്റെ ഒരു കണ്ണാടി പ്രതിബിംബമാണ് ആന്റിമാറ്റർ. നമുക്ക് ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളും, നമ്മളുടെ ശരീരവും ഈ ഫോണും ഭൂമിയും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ്. ഈ ആറ്റത്തിനുള്ളിൽ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണും ചാർജ് ഇല്ലാത്ത ന്യൂട്രോണും അതിനു ചുറ്റും കറങ്ങുന്ന നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസുമുണ്ട്. ഇതാണ് മാറ്റർ. ഇതിന് നേരെ വിപരീതമാണ് ആന്റിമാറ്റർ. ഒരു ആന്റി ആറ്റത്തിനുള്ളിൽ നടുവിലുള്ള പ്രോട്ടോണിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഇതിനെ അവർ പോസിട്രോൺസ് എന്ന് വിളിക്കുന്നു. ഭാരവും വലിപ്പവും സ്വഭാവവും എല്ലാം മറ്റ് കണികകളെ പോലെ തന്നെയായിരിക്കും. ചാർജ് മാത്രമാണ് ഇതിന് വ്യത്യാസമുണ്ടാവുക. സങ്കല്പിക്കുക, നിങ്ങൾ ആന്റിമാറ്റർ കൊണ്ടുണ്ടാക്കിയ ഒരു സമാന്തര പ്രപഞ്ചത്തിൽ പോയാൽ അവിടുത്തെ ഭൂമിയും മനുഷ്യരുമെല്ലാം കാഴ്ചയിൽ നമ്മളെ പോലെ തന്നെയായിരിക്കും. പക്ഷേ ആന്റിമാറ്റർ മനുഷ്യന് നമ്മൾക്കൊരു ഹസ്തദാനം കൊടുക്കാൻ സാധിക്കില്ല. കാരണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളും അവരും ഒരു വലിയ സ്ഫോടനത്തിൽ ഇല്ലാതാകും. ഇവിടെയാണ് കോസ്മോളജിയിലെ ഏറ്റവും വലിയ മിസ്റ്ററി നമ്മൾ നേരിടുന്നത്. നമ്മൾ ജീവിക്കുന്നത് മാറ്റർ കൊണ്ടുണ്ടാക്കിയ ഈ പ്രപഞ്ചത്തിലാണെങ്കിൽ ആന്റിമാറ്റർ എവിടെ പോയി? ഭൗതികശാസ്ത്ര നിയമങ്ങൾ അനുസരിച്ച് ഊർജത്തിൽ നിന്ന് മാറ്റർ ഉണ്ടാകുമ്പോൾ തുല്യ അളവിൽ തന്നെ ആന്റിമാറ്ററും ഉണ്ടാകണം. 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ബിഗ് ബാങ് എന്ന മഹാവിസ്ഫോടനം നടന്ന സമയത്ത് പ്രപഞ്ചം അതിഭയങ്കരമായ ചൂടിലായിരുന്നു. അന്ന് ഊർജത്തിൽ നിന്ന് കണികകൾ ജനിച്ചപ്പോൾ 50% മാറ്ററും 50% ആന്റിമാറ്ററുമാണ് ഉണ്ടായത്. നിയമപ്രകാരം അവ രണ്ടും തുല്യ അളവിലായിരുന്നെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ കൂട്ടിയിടിച്ച് അവ നശിച്ചേനെ. വീണ്ടും പ്രപഞ്ചം പ്രകാശവും ഊർജവുമായി മാറേണ്ടതായിരുന്നു. നക്ഷത്രങ്ങളോ ഗ്രഹങ്ങളോ ഒന്നും ഇവിടെ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. പക്ഷേ നാം ഇവിടെയുണ്ട്, ഗ്രഹങ്ങൾ ഇവിടെയുണ്ട്. അതിനർത്ഥം ആ ബിഗ് ബാങ് സമയത്ത് എന്തോ ഒരു പിഴവ് സംഭവിച്ചു എന്നാണ്. ശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുന്നത് ഓരോ 1 ബില്യൺ ആന്റിമാറ്റർ ജനിക്കുമ്പോഴും 1 ബില്യൺ മാറ്റർ ജനിക്കുന്നുണ്ടായിരുന്നു എന്നാണ്. എന്നാൽ ബാക്കി വരുന്ന ആ ഒരു മാറ്റർ കണികയാണ് ഇന്നത്തെ പ്രപഞ്ചം ഉണ്ടാകാൻ കാരണം. ബാക്കി 99% മാറ്ററും ആന്റിമാറ്ററുമായി കൂട്ടിയിടിച്ച് നശിച്ചുപോയി. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ യുദ്ധത്തിൽ ചെറിയ വ്യത്യാസത്തിൽ മാറ്റർ വിജയിച്ചു. നാം എല്ലാവരും ആ വിജയിച്ച മാറ്ററിന്റെ ബാക്കി പത്രമാണ്. ഇതിനെ ശാസ്ത്രത്തിൽ ബാരിയോജെനസിസ് എന്നാണ് വിളിക്കുന്നത്. ഇനി ഇതിന്റെ ഏറ്റവും വിനാശകരമായ ഭാഗത്തെക്കുറിച്ച് സംസാരിക്കാം. മാറ്ററും ആന്റിമാറ്ററും കൂട്ടിമുട്ടുന്ന പ്രക്രിയയ്ക്ക് അനിഹിലേഷൻ എന്നാണ് പറയുന്നത്. 100% ശുദ്ധമായ ഊർജമാണ് ഈ സമയത്ത് പുറത്തു വരുന്നത്.
ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഏറ്റവും പ്രശസ്തമായ സമവാക്യം E=mc² വെച്ച് ഒരു വസ്തുവിനുള്ളിൽ എത്രമാത്രം ഊർജമുണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആണവായുധമായ ഹൈഡ്രജൻ ബോംബിന്റെ വരെ ഇന്ധനത്തിന്റെ 1% മാത്രമാണ് ഊർജമായി മാറുന്നത്. ബാക്കിയെല്ലാം റേഡിയേഷനായും മറ്റ് വേസ്റ്റുകളായും മാറുകയാണ്. എന്നാൽ ആന്റിമാറ്റർ ഒരു ബോംബായി ഉപയോഗിച്ചാൽ അതിന്റെ 100% മാസും ഊർജമായി പുറത്തു വരും. വെറും 1/2 ഗ്രാം മാറ്ററും 1/2 ഗ്രാം ആന്റിമാറ്ററും ചേർത്താൽ അത് ഉണ്ടാക്കുന്ന സ്ഫോടനമെന്ന് പറയുന്നത് ഹിറോഷിമയേക്കാൾ വലുതായിരിക്കും. അതുകൊണ്ടാണ് ലോകം ഇതിനെ ഇത്രയധികം ഭയക്കുന്നത്. ഭാഗ്യവശാൽ ആർക്കും ആന്റിമാറ്റർ ബോംബ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ഇതിനെ പാത്രത്തിലിട്ട് സൂക്ഷിക്കാൻ സാധിക്കില്ല. അത് പാത്രത്തിന്റെ ചുവരിൽ തട്ടിയാൽ അപ്പോൾ തന്നെ പൊട്ടിത്തെറിക്കും. അതിനാൽ അതിനെ ശൂന്യതയിൽ ശക്തമായ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ച് വായുവിൽ നിർത്തിയാണ് ഇത് സൂക്ഷിക്കുന്നത്. ഇതിനെ പെന്നിംഗ് ട്രാപ്പ് എന്നാണ് വിളിക്കുന്നത്. ആന്റിമാറ്റർ എന്ന് കേൾക്കുമ്പോൾ തന്നെ അപകടം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്കറിയാമോ, ലോകത്തിലുള്ള പല ആശുപത്രികളിലും മനുഷ്യജീവൻ രക്ഷിക്കുന്നത് ഈ ആന്റിമാറ്റർ ഉപയോഗിച്ചാണ്. ശാസ്ത്രലോകം അത്രത്തോളം വളർന്നിരിക്കുന്നു. ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന പെറ്റ് സ്കാൻ മെഷീൻ ഇതിനുദാഹരണമാണ്. PET എന്നാൽ പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി എന്നാണ്. പോസിട്രോൺ എന്ന് വെച്ചാൽ ആന്റി ഇലക്ട്രോൺ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ. രോഗിയുടെ ശരീരത്തിനുള്ളിലേക്ക് ചെറിയ അളവിൽ റേഡിയോ ആക്റ്റീവ് ഗ്ലൂക്കോസ് കടത്തിവിടുന്നു. ഇത് ശരീരത്തിനുള്ളിൽ പോസിട്രോണുകളെ റിലീസ് ചെയ്യുന്നു. ഇത് നമ്മുടെ ശരീരത്തിലെ സാധാരണ ഇലക്ട്രോണുമായി കൂട്ടിമുട്ടി ചെറിയ രീതിയിൽ അനിഹിലേഷൻ നടക്കുന്നു. ഇത് ഗാമ കിരണങ്ങളെ പുറത്തുവിടുകയും ക്യാമറകൾ ഈ ഗാമ കിരണങ്ങൾ പകർത്തിയെടുത്ത് ഉള്ളിലെ ക്യാൻസർ കോശങ്ങളെ തിരിച്ചറിയുകയും ചെയ്യുന്നു. ഇത് മാത്രമല്ല, ഭാവിയിൽ നമ്മൾ ബഹിരാകാശ യാത്രകൾക്ക് ആശ്രയിക്കുന്നതും ആന്റിമാറ്ററിനെയാണ്. ഇന്ന് നമ്മൾക്കുള്ള റോക്കറ്റുകൾക്കൊക്കെ ഭീമമായ രീതിയിലുള്ള ഇന്ധനം ആവശ്യമാണ്. എന്നാൽ നമുക്കൊരു ആന്റിമാറ്റർ പ്രൊപ്പൽഷൻ എഞ്ചിൻ നിർമ്മിക്കാൻ സാധിച്ചാൽ ചുരുങ്ങിയ ഗ്രാമുകൾ കൊണ്ട് നമ്മൾക്ക് പ്രകാശവേഗത കൈവരിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് നാളെ തന്നെ ആന്റിമാറ്റർ റോക്കറ്റ് ഉണ്ടാക്കിക്കൂടെ? പക്ഷേ ഇവിടെയാണ് പ്രശ്നം. $62 ട്രില്യൺ വിലയുള്ള ഇത് എങ്ങനെയാണ് നമ്മൾ റോക്കറ്റിൽ വാങ്ങിയിടുക? അതുമാത്രമല്ല, ആന്റിമാറ്റർ പ്രകൃതിയാൽ ഉണ്ടാകുന്ന ഒന്നല്ല. ഇത് നമ്മൾ മനുഷ്യനാൽ ലബോറട്ടറിയിൽ ഉണ്ടാക്കണം. അതുമാത്രമല്ല, ഇത് അന്തരീക്ഷത്തിൽ തട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സ്ഫോടനമുണ്ടാകും. സ്വിറ്റ്സർലാൻഡിലെ സേൺ പോലെയുള്ള ഭീമാകാരമായ ഗവേഷണശാലകളാണ് ഇത് നിർമ്മിക്കുന്നത്. ഇത് നിർമ്മിക്കാനായി അവർ ലാർജ് ഹൈഡ്രോൺ കൊളൈഡർ എന്ന വലിയ യന്ത്രം ഉപയോഗിക്കുന്നു. പ്രകാശവേഗതയിൽ കണികകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ചാണ് വളരെ ചെറിയ അളവിൽ ആന്റിമാറ്റർ ഇവർ നിർമ്മിക്കുന്നത്. പക്ഷേ ഈ യന്ത്രം പ്രവർത്തിപ്പിക്കാൻ ഒരു നഗരത്തിന് അത്രയും ആവശ്യമായ ഇന്ധനം അല്ലെങ്കിൽ ഊർജം വേണം. ഇത്രയും വലിയ അധ്വാനം ചെയ്തിട്ടും സേൺ ഒരു വർഷം ഉണ്ടാക്കുന്നത് 1/1000 ഗ്രാം ആന്റിമാറ്റർ ആണ്. ഇവിടെ ഇന്നേ വരെ ഉണ്ടാക്കിയ ആന്റിമാറ്റർ എടുത്തു നോക്കിയാൽ 1 കപ്പ് ചായ ചൂടാക്കാനുള്ള എനർജി പോലും ലഭിക്കില്ല. 1 ഗ്രാം ആന്റിമാറ്റർ ഉണ്ടാക്കാൻ ഇന്നത്തെ സാങ്കേതിക വിദ്യ വെച്ച് കോടിക്കണക്കിന് ഡോളറും നൂറ്റാണ്ടുകളും എടുക്കും. ഇതുകൊണ്ടാണ് ഈ ആന്റിമാറ്റർ ഇത്രയും വിലയേറിയ ഒരു വസ്തുവായി മാറിയത്. നമ്മളുടെ പ്രപഞ്ചം എത്രത്തോളം അതിശയകരവും സങ്കീർണവുമാണെന്നാണ് ഇത് തെളിയിക്കുന്നത്. നമ്മുടെ യാഥാർത്ഥ്യത്തിനൊരു കണ്ണാടി പ്രതിബിംബം ഉണ്ടെന്നുള്ള സത്യം. ഒരു കാലത്ത് പോൾ ഡിറാക്കിന്റെ പുസ്തകത്തിലെ വെറുമൊരു സമവാക്യമായി മാത്രം കണ്ടിരുന്ന ആന്റിമാറ്റർ ഇന്ന് പല ആശുപത്രികളിലും ജീവൻ രക്ഷിക്കാനായി ഉപയോഗിക്കുന്നു. ഭാവിയിൽ നമ്മളൊരു ഇന്റർസ്റ്റെല്ലാർ യാത്രയ്ക്കായുള്ള ഇന്ധനമായും ഇത് ഉപയോഗിച്ചേക്കാം. അല്ലെങ്കിൽ മനുഷ്യരാശിയെ മുഴുവൻ തുടച്ചു നീക്കുന്ന ഒരു വലിയ ആയുധമായി മാറാം. ശാസ്ത്രം എപ്പോഴും ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണ്. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതേപോലെയുള്ള കൂടുതൽ സയൻസ് ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഇറ്റ്സ് മീ ഐവിൻ ജോസ് സൈനിങ് ഓഫ്.